ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് തീവ്രവാദികളെ മാത്രമാണെന്ന് സൈന്യം. ഏതെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് സേന. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടത്തിയ ആക്രമണം സാധാരണക്കാരെ ഒട്ടും ബാധിക്കാതെ കൃത്യത്തോടെ നടത്തിയത് പ്രശംസനീയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സേവന കേന്ദ്രങ്ങളായി CPM ഓഫീസുകൾ മാറണമെന്നും MV ഗോവിന്ദൻ. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA തിങ്കളാഴ്ച ചുമതലയേൽക്കും. ലീഡറുടെ ഓർമ്മകൾ തങ്ങൾക്ക് കരുത്താകുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കർണാടകയിൽ 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. ഒറീസ സ്വദേശി രാജേഷാണ് പിടിയിലായത്. കൊടകരയിൽ 180 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. തൃക്കൂർ, കല്ലൂർ, കോട്ടായിക്കുന്നിൽ വൻ തീപിടുത്തം. 25 ഏക്കറോളം പറമ്പ് കത്തി നശിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രം. തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഉടൽവാണിക്യം ക്ഷേത്രോത്സവത്തിന് തിരക്കേറുന്നു. എഴുന്നള്ളിപ്പിൽ 17 ഗജവീരന്മാർ അണിനിരന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് തീവ്രവാദികളെ മാത്രമാണെന്ന് കരസേന, വ്യോമസേന, നാവികസേന വ്യക്തമാക്കി. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായും 100-ലധികം ഭീകരരെ വധിച്ചതായും സൈന്യം അറിയിച്ചു. ആക്രമണശേഷമുള്ള ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് സാധാരണക്കാരെയാണ്. ജനവാസ മേഖലയിൽ ഉണ്ടായ പാക് ആക്രമണങ്ങളെയെല്ലാം വ്യോമസേന ചെറുത്തു തോൽപ്പിച്ചതായും പറഞ്ഞു. പ്രകോപനം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് സേന വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ അനിശ്ചിതത്വത്തിലാണെന്ന് സേന സ്ഥിരീകരിച്ചു. പാകിസ്ഥാന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് സേന വ്യക്തമാക്കി. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടത്തിയ ആക്രമണം സാധാരണക്കാരെ ഒട്ടും ബാധിക്കാതെ കൃത്യതയോടെ നടത്തിയത് പ്രശംസനീയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രാജ്യം ഒറ്റക്കെട്ടായി സൈന്യത്തിനൊപ്പം നിന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന മാത്രമാണ് പുറംതിരിഞ്ഞു നിന്നതെന്നും അത് ഇന്ത്യൻ ജനത തിരിച്ചറിയണമെന്നും അത്തരക്കാരെ ഒറ്റപ്പെടുത്തണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്ക് സേവനം നൽകാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളായി ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകളും മാറണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തളിക്കുളം CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് യെച്ചൂരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘാടക സമിതി ചെയർമാൻ KR സീത അധ്യക്ഷയായി. കൺവീനർ EPK സുഭാഷിതൻ, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PM അഹമ്മദ്, MV വിശാലാക്ഷി, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, KA വിശ്വംഭരൻ, അലോക് മോഹൻ, PS രാജീവ്, PS സജിത, EP സുഗതകുമാർ, അഡ്വക്കേറ്റ് PR വാസു തുടങ്ങിയവർ സംസാരിച്ചു. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA തിങ്കളാഴ്ച ചുമതലയേൽക്കും. പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുന്നതിന് മുൻപായി പൂങ്കുന്നം മുരളി മന്ദിരത്തിലെ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ലീഡറുടെ ഓർമ്മകൾ തങ്ങൾക്ക് കരുത്താകുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിയുക്ത അധ്യക്ഷൻ സണ്ണി ജോസഫിനൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിക്കപ്പെട്ട AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എന്നിവരും ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. മെയ് 8-ാം തീയതിയാണ് പുതിയ KPCC നേതൃത്വത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചത്. KPCCയുടെ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് തൃശൂരിലെത്തി. കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ ലീഡർ ശ്രീ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലീഡറിൽ നിന്ന് ലഭിച്ച ആവേശകരമായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജ്ജം ഞങ്ങൾക്ക് കരുത്താകുമെന്ന് കരുതുന്നു. ഇനിയും ബഹുമാന്യനായ കേരളത്തിന്റെ ജനകീയ നേതാവ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിലേക്ക്, കല്ലറയിലേക്ക്, പുതുപ്പള്ളിയിലേക്ക് എല്ലാവരും അവിടെയും പ്രണാമം അർപ്പിച്ച് കർണാടകയിൽ 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒറീസ സ്വദേശി രാജേഷിനെ എക്സൈസ് കമ്മീഷണർ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ച് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. രാജേഷിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പ്രതി ഓടി രക്ഷപ്പെട്ടു. പ്രതിയിൽ നിന്ന് ഒറിയൻ സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവ് പിടിച്ചെടുത്തു. ക്രിമിനൽ കേസിലെ പ്രതികൾക്കും ഡ്രൈവർമാർക്കും വിദ്യാർത്ഥികൾക്കുമാണ് പ്രതി കഞ്ചാവ് വിറ്റതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT
ജോബി, തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുധീർ, കമ്മീഷണർ സ്ക്വാഡ് എ മുജീബർ റഹ്മാൻ, പ്രിവന്റീവ് ഓഫീസർ ടി രഞ്ജിത്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജു, പ്രിവന്റീവ് ഓഫീസർമാരായ സിജോ മോൻ, KR ബിജു തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടകരയിൽ നിന്ന് 180 ഗ്രാം MDMA പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം ചങ്ങനാശ്ശേരി ഫാത്തിമപുരം പെരുന്ന സ്വദേശി പുതുപ്പറമ്പിൽ സൽമാനെയാണ് തൃശൂർ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ സ്വദേശി ഡാർക്ക് മർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപക് രാജു, പറവൂർ മൂത്തകുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. ബാംഗ്ലൂരുവിൽ നിന്ന് രാസലഹരി കടത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായവും നിർദ്ദേശവും നൽകിയത് സൽമാനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തൃക്കൂർ കല്ലൂർ കോട്ടായിക്കുന്നിൽ തീ പടർന്ന് 25 ഏക്കറോളം പറമ്പ് കത്തി നശിച്ചു. സ്വകാര്യ വ്യക്തികളുടെ ഉപയോഗശൂന്യമായ പറമ്പുകളിലാണ് തീ പടർന്നത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും കുന്നിൻ മുകളിലേക്ക് വാഹനം എത്തിക്കാൻ കഴിയാതിരുന്നത് പ്രതിസന്ധിക്കിടയാക്കി. കാറ്റിന്റെ ശക്തിയിൽ തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആളിപ്പടരുകയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ടിൽ, സൈമൺ നമ്പാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് തീയണയ്ക്കാൻ ശ്രമം നടത്തുന്നത്. കുന്നിന് താഴെയുള്ള ഭാഗങ്ങളിലേക്ക് പടർന്ന തീ ഫയർഫോഴ്സ് നിയന്ത്രണ വിധേയമാക്കി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജിയാൻഡോ മാഞ്ഞൂരാൻ സഹകാർമ്മികനായിരുന്നു. തിരുനാൾ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര എന്നിവർ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരുന്നു. 2 ദിവസങ്ങളിലായി പാരിഷ് ഹാളിൽ നടന്ന ഊട്ടുനേർച്ചയിൽ 1.5 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. മെയ് 18-നാണ് എട്ടാമിട തിരുനാൾ ആഘോഷിക്കുന്നത്. എട്ടാമിട തിരുനാൾ വരെ ദിവസവും രാത്രി 7 മണിക്ക് ദേവാലയ തിരുമുറ്റത്ത് വിവിധ കലാപരിപാടികൾ നടക്കും. തിങ്കളാഴ്ച വടക്ക് ഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പ്ലാഷ് അരങ്ങേറും. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന്റെ ഭാഗമായി നടന്ന തിരുനടക്കൽ മേളം ആയിരങ്ങൾക്ക് ആവേശമായി. തീർത്ഥകേന്ദ്രത്തിലെത്തിയ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തിരുനാൾ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുനടക്കൽ മേളം തീർത്ത കേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. CM സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സൗഹൃദവേദി ഭാരവാഹികളായ NJ ലിയോ, സുബിരാജ് തോമസ്, ജീൻ വർഗീസ്, ബൈജു ലൂവിസ് തുടങ്ങിയവർ സംസാരിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരും 101 വാദ്യകലാകാരന്മാരും ചേർന്ന് മേളം കൊട്ടിക്കയറിയപ്പോൾ തിരുനാളിനെത്തിയ മേള ആസ്വാദകർക്ക് ദൃശ്യശ്രാവ്യ വിരുന്നായി മാറി. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 3ാം ഉത്സവം ആഘോഷിച്ചു. ശിവേലി ദർശിക്കാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എഴുന്നള്ളിപ്പിൽ 17 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ പാറന്നൂർ നന്ദൻ മരതകക്കൂട് ചൂടി സംഗമേശ്വരന്റെ തിടമ്പേറ്റി. പല്ലാട്ട് ബ്രഹ്മദത്തനും പാർമേക്കാവ് കാശിനാഥനും കൂട്ടാനകളായി. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്കും പുറത്തേക്കും സ്പെഷ്യൽ പന്തലുകളിൽ വിവിധ കലാപരിപാടികൾ നടന്നു. പഞ്ചാരിയുടെ പാൽക്കടൽ തീർക്കുന്ന കൂടൽമാണിക്യം ഉത്സവത്തിൽ മേളം പൂർത്തിയാകുന്നത് ചെമ്പടയിൽ. ശീവേലിക്കും വിളക്കിനും പടിഞ്ഞാറെ നടപ്പുറയിൽ 5ാം കാലത്തിൽ പഞ്ചാരി കൊട്ടി കലാശിച്ചാൽ രൂപകം കൂട്ടി മേളക്കാർ ചെമ്പട മേളത്തിലേക്ക് കടക്കും. കുലീബിനി തീർത്ഥക്കരയിലൂടെയാണ് ചെമ്പട കടന്നുപോകുന്നത്. അതുകൊണ്ട് ഇതിനെ തീർത്ഥക്കരമേളമെന്നും പറയപ്പെടുന്നുണ്ട്. വടക്കേ നടയിൽ ചുറ്റമ്പലത്തിന്റെ വാതിലിനടുത്തായിട്ടാണ് ചെമ്പടമേളം നടക്കുക. തീർത്ഥക്കരയിലെ വിശിഷ്ടമായ ചെമ്പടമേളത്തിന്റെ പ്രതിധ്വനി സംഗമപുരിയിലെ ഉത്സവ ആരവങ്ങൾക്ക് മീതെ പ്രകമ്പനമായി ഉയരും. ചെമ്പടമേളക്കാർക്ക് വൈദഗ്ധ്യം തെളിയിക്കാനുള്ള മത്സരവേദി കൂടിയാണ് ഇത്.
ഉരുട്ടുചണ്ടയിലും വീക്കണിലും ക്യാമന്മാരായ വാദ്യക്കാരുടെ കഴിവ് ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇവിടെയാണ്. പടിഞ്ഞാറേ നടയിൽ പഞ്ചാരി അവസാനിക്കുന്നതോടെ വാദ്യക്കാരിൽ വിദഗ്ധരായവർ മാത്രമാണ് ചെമ്പടയിലേക്ക് എത്തുക. തീർത്ഥക്കരയിൽ വൃത്താകൃതി കൈവരിച്ചാണ് ഇവർ ചെമ്പട കൊട്ടുന്നത്. 11 ദിവസത്തെ ഉത്സവത്തിൽ 21 ചെമ്പട മേളങ്ങളാണ് ഇവിടെ നടക്കുക. കൂടൽമാണിക്യം ഉത്സവം രൂപകൽപ്പന ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ശക്തൻ തമ്പുരാൻ ചെമ്പടമേളം കേൾക്കാൻ വടക്കേ തമ്പുരാൻ കോവിലകത്തിന്റെ പടിഞ്ഞാറേ ഇറയത്ത് നിൽക്കാറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. വൃത്താകൃതിയിൽ 10 മിനിറ്റോളം കൊട്ടിക്കയറുന്ന ചെമ്പട പിന്നീട് കിഴക്കേ നടപ്പുരയിൽ വന്ന് കൊട്ടിക്കലാശിക്കുന്നതോടെ ശീവേലിക്ക് പരിസമാപ്തിയാകും. TCV ഇരിങ്ങാലക്കുട. ഫാസിസ്റ്റ് ആശയങ്ങളെല്ലാം രാജ്യങ്ങളിലും പരാജയപ്പെടുത്തിയതുപോലെ ഇന്ത്യയിലും പരാജയപ്പെടുത്തുമെന്നതിൽ സംശയമില്ലെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ MP പറഞ്ഞു. CPI ഉല്ലൂർ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, മന്ത്രി K. രാജൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, കൌൺസിൽ അംഗം VS സുനിൽകുമാർ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, P. ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. CPI ഉല്ലൂർ മണ്ഡലം സെക്രട്ടറിയായി PD റജിയെ തെരഞ്ഞെടുത്തു. 3 ദിവസങ്ങളിലായി നടന്ന സമ്മേളനം സമാപിച്ചു. പ്രദേശങ്ങളിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പുതുക്കാട് ബാറിലെ തർക്കത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. ചെങ്ങാലൂർ കല്ലൂപ്പാലം കൊടകരക്കാരൻ അഖിൽ, വെണ്ടൂർ കിഴക്കുംപാടൻ അനീഷ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 7-ാം തീയതി രാത്രി വെണ്ടൂർ കിഴവൻ പറമ്പിൽ ദിനീഷിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. പുതുക്കാട് പോലീസ് SHO മഹേന്ദ്ര സിംഹൻ, SI പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഥകളിയെപ്പോലെ എല്ലാം തികഞ്ഞൊരു കല കഥകളി മാത്രമാണെന്നും വിശ്വോത്തര കലയായ കഥകളിയെ സംബന്ധിച്ച് കേരളീയർക്ക് വലിയ മതിപ്പില്ലെന്നും പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി പറഞ്ഞു. തൃശൂർ കഥകളി ക്ലബിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ സപ്തതി സമാദരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമയിലേതുപോലെ കഥകളിക്ക് ഇഷ്ടം പോലെ പണം കിട്ടില്ലെന്നും കഥകളിയെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത് മലയാളികളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ വിദ്യാഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട്, ജയ അബണൂർ, നാരായണ ചാക്യ, സപ്തതി ആഘോഷിക്കുന്ന കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കഥകളി നളചരിതം 3-ാം ദിവസം അരങ്ങേറി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന വജ്ര ജൂബിലി ആഘോഷങ്ങൾ ബുധനാഴ്ച സമാപിക്കും. നമ്മുടെ കഥകളിയെ സംബന്ധിച്ച് കേരളീയർക്ക് ഇപ്പോ മുഴുക്കെ ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷേ എനിക്ക് ശരി അവർക്ക് കഥകളിയോടൊരു മതിപ്പില്ല എപ്പോഴും ഉണ്ട്. ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കഥകളി വിശ്വോത്തര ക്ലാസിക്കൽ കലയാണ് കഥകളി. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. സമ്മേളനം HMS ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MN സുരേഷ് അധ്യക്ഷത വഹിച്ചു. HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു, HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനവും ഭാരവാഹി തിരഞ്ഞെടുപ്പ് വളരെ കാലത്ത് നമ്മൾ 10 മണി ആരംഭിക്കുവാൻ തീരുമാനിച്ചത്. തൃശൂർ പാറമേക്കാവ് കലാക്ഷേത്രത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും വീരശൃംഖല സമർപ്പണവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് പാറമേക്കാവ് ക്ഷേത്രം അഗ്രശാലയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കലാക്ഷേത്രത്തിന്റെ ജൂബിലി ആഘോഷത്തോടൊപ്പം പാറമേക്കാവ് ക്ഷേത്രത്തിലെ അടിയന്തരക്കാരനും മേള കലാകാരനുമായ ചേറൂർ ഈച്ചരത്ത് രാജപ്പൻ മാരാർക്ക് വീരശൃംഖല സമർപ്പണവും നടത്തും. ഇതിനായി വിവിധ സംഘാടക സമിതികൾക്കും യോഗം രൂപം നൽകിയിട്ടുണ്ട്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ക്ഷേത്രം ഭാരവാഹികളും പ്രതിനിധികളും പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ഈ മാസം 20-ന് നടക്കുന്ന പണിമുടക്കിനോടനുബന്ധിച്ച് ഗ്യാസ് ആൻഡ് പെട്രോൾ പമ്പ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടത്തി. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷനിൽ യൂണിയൻ പ്രസിഡന്റ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ട്രഷറർ ഉദയൻ, ജോയിന്റ് സെക്രട്ടറി റിസൻ തുടങ്ങിയവർ സംസാരിച്ചു.
മധുരം നുണയുന്ന കണക്കെ കാഴ്ചയുടെ വസന്തകാലമൊരുക്കി മാമ്പഴ മഹോത്സവം. ശ്രീനാരായണപുരം പഞ്ചായത്ത് ഒരുക്കിയ മാമ്പഴ മഹോത്സവം രുചികരമായ അനുഭവമായി മാറുകയാണ്. അപൂർവങ്ങളായ ഇനങ്ങൾ ഉൾപ്പെടെ 300ഓളം മാമ്പഴങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കോശ്ശേരി, ഹിമസാഗർ, കേസർ, തൂവരിക്കണ്ണൻ, തറപറ, ആലിക്കുട്ടിഞ്ഞെട്ടൻ, ബ്ലാക്ക് ആൻഡ് റോസ് തുടങ്ങി വ്യത്യസ്തങ്ങളായ മാമ്പഴങ്ങൾ ഇവിടെയുണ്ട്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നിന്നു തന്നെയാണ് ഏറെക്കുറെ മാമ്പഴങ്ങളും സമാഹരിച്ചിട്ടുള്ളത്. നാട്ടുകാർക്ക് വിവിധതരം മാമ്പഴങ്ങളെ പരിചയപ്പെടുവാൻ അവസരം ലഭിക്കുന്നതോടൊപ്പം പ്രാദേശിക വിഭവങ്ങളെ ആരോഗ്യപരവും സാമ്പത്തികപരവുമായ വിപണി മൂല്യങ്ങളാക്കി മാറ്റുന്ന സാധ്യതകൾ വിനിയോഗിക്കുക എന്നതും മാമ്പഴ മഹോത്സവത്തിന്റെ ലക്ഷ്യമാണ്. മാംഗോ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് വലിയ സ്ട്രെയിനാണ് ഈ നാട്ടിലുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ളത്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലുള്ള ഒട്ടേറെ കുടുംബങ്ങളിൽ അവർ സ്വയം സൃഷ്ടിക്കുന്ന അവർ സ്വയം വളർത്തിയെടുക്കുന്ന മാങ്ങകളാണ്, 300-ൽ പരം മാങ്ങകളാണ് ഇപ്പോൾ ഡിസ്പ്ലേക്കായി ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ജില്ലയിലുള്ള വ്യത്യസ്ത കലാകാരന്മാരുടെ പ്രോഗ്രാമുകളുമെല്ലാം മാമ്പഴ മഹോത്സവത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളെ ഒരു ആഘോഷത്തിൻ്റെ മൂഡിലേക്ക് കൊണ്ടുവരുന്നതും ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാമ്പഴ മഹോത്സവം സംഘടിപ്പിച്ചത്. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെയാണ് ശ്രീനാരായണപുരം പഞ്ചായത്ത് മാമ്പഴ മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. മാമ്പഴങ്ങളുടെ പ്രദർശന വിപണന സ്റ്റാളുകൾ, കുടുംബശ്രീ ഫുഡ് കോർട്ടുകൾ, മണ്ണ് പരിശോധനാ സജ്ജീകരണം, സെമിനാറുകൾ, മത്സരങ്ങൾ, വിവിധ കലാപരിപാടികൾ എന്നിവയും മാമ്പഴ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ശ്രീനാരായണപുരം ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന മാമ്പഴ മഹോത്സവം മെയ് 12-ന് സമാപിക്കും. TCV കൊടുങ്ങല്ലൂർ. വൈലോപ്പിള്ളിയുടെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ വൈലോപ്പിള്ളി ജയന്തി സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് നോവലിസ്റ്റ് കെ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PV കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. കവി ആലങ്കോടി ലീലാകൃഷ്ണൻ വൈലോപ്പിള്ളി സ്മാരക പ്രഭാഷണം നടത്തി. വൈലോപ്പിള്ളിയുടെ മകനും സമിതി ട്രഷററുമായ ശ്രീകുമാർ ജയന്തിയോട് അനുബന്ധിച്ച് നടത്തിയ പ്രബന്ധാവതരണത്തിലെ വിജയിയായ ഗവേഷണ വിദ്യാർത്ഥി ജിസ്മോൻ ജെയിംസിന് പുരസ്കാരം സമ്മാനിച്ചു. ആര്യൻ, പ്രസന്ന ആര്യൻ എന്നിവർ വൈലോപ്പിള്ളി കവിതകൾ ആലപിച്ചു. തൃശൂർ പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ വസന്തോത്സവം തുടരുന്നു. കർണാടക സംഗീത രംഗത്തെ പ്രശസ്തരായ സംഗീതജ്ഞർ പങ്കെടുക്കുന്ന വസന്തോത്സവത്തിന്റെ 2ാം ദിനം സംഗീത കുലപതി സഞ്ജയ് സുബ്രഹ്മണ്യന്റെ സംഗീത കച്ചേരി അരങ്ങേറി. വയലിനിൽ S. വരദരാജനും മൃദംഗത്തിൽ നെല്ലുവായ് വെങ്കിടേഷും ഘടത്തിൽ N. രാധാകൃഷ്ണനും പക്കമേളമൊരുക്കി. നിരവധി പേരാണ് സംഗീത കച്ചേരി ആസ്വദിക്കാൻ എത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 6:30-ന് അമൃത മുരളിയുടെ സംഗീത കച്ചേരി അരങ്ങേറും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന വസന്തോത്സവം ഈ മാസം 18-ാം തീയതി സമാപിക്കും. കുടനല്ലൂരിൽ അമ്മൂമ്മയും ചെറുമകളും ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ബൈക്കിടിച്ച് ചെറുമകൾ മരിച്ചു. അമ്മൂമ്മയ്ക്ക് പരിക്കേറ്റു. കൊരട്ടി കൂട്ടാലപ്പറമ്പിൽ പരേതനായ രഞ്ജിത്തിന്റെ മകൾ 9 വയസ്സുള്ള അവന്തികയാണ് മരിച്ചത്. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഗുരുതര പരിക്കേറ്റ അമ്മൂമ്മ കുന്നം കാട്ടുകര കോമുള്ളി സുകുമാരന്റെ ഭാര്യ സുജാതയെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൃത്തിയോടെയും ഗുണമേന്മയോടെയും സർക്കാരിന്റെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിലനിർത്താൻ ഏറ്റെടുക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തിരുവല്ലാമല പഞ്ചായത്ത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ശുചിമുറികൾ എന്നത് മനുഷ്യാവകാശമാണെന്നും സ്ത്രീകളടക്കമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനാണ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ കൊണ്ടുവന്നതെന്നും മന്ത്രി പറഞ്ഞു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. K. രാധാകൃഷ്ണൻ MP, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ, പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. വരുന്ന ആളുകൾ പൊതുവെ അവിടെ വന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ തുടയ്ക്കാനും എല്ലാം ഉപയോഗിക്കുന്ന പേപ്പർ അലക്ഷ്യമായി വിട്ടുപോകാനും ഇപ്പോൾ ചില പഞ്ചായത്തുകൾ എന്തെന്ന് വെച്ചാൽ ഒരാൾ വരാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇതാരും ഏറ്റെടുക്കാനില്ല. ഇത് എന്തിനുള്ളതാണ്? സർക്കാർ നിർബന്ധം പറഞ്ഞു. പാർട്ടിയുടെ പ്രതിനിധികൾ, വ്യാപാരി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,045 രൂപ, പവന് 72,360 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് തീവ്രവാദികളെ മാത്രമാണെന്ന് സൈന്യം. എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടായാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് സേന. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടത്തിയ ആക്രമണം സാധാരണക്കാരെ ഒട്ടും ബാധിക്കാതെ കൃത്യതയോടെ നടത്തിയത് പ്രശംസനീയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സേവന കേന്ദ്രങ്ങളായി CPM ഓഫീസുകൾ മാറണമെന്നും MV ഗോവിന്ദൻ. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA തിങ്കളാഴ്ച ചുമതലയേൽക്കും. ലീഡറുടെ ഓർമ്മകൾ തങ്ങൾക്ക് കരുത്താകുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കർണാടകയിൽ 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. ഒറീസ സ്വദേശി രാജേഷാണ് പിടിയിലായത്. കൊടകരയിൽ 180 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. തൃക്കൂർ, കല്ലൂർ, കോട്ടായിക്കുന്നിൽ വൻ തീപിടുത്തം. 25 ഏക്കറോളം പറമ്പ് കത്തി നശിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് തിരക്കേറുന്നു. എഴുന്നള്ളിപ്പിൽ 17 ഗജവീരന്മാർ അണിനിരന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.